ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ട് കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു കുറേ നാളുകൾക്ക് ശേഷം ഇടുന്ന വീഡിയോ ആയതുകൊണ്ട് വ്യൂസും കമൻസും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഹോം ടൂറും കിച്ചൺ ടൂറും ഒക്കെ ഇടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 2 മാസമേ ആയുള്ളൂ. ഇപ്പോൾ ഹൗസ് വാമിങ്ങിന് വരാത്തവരുമായിട്ടുള്ള ഗസ്റ്റുകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പെൻഡിങ് വർക്ക് തീർക്കാൻ വേണ്ടി വർക്കേഴ്സും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു സ്വസ്ഥമായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് എനിക്കൊരു വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ മാക്സിമം ഫാസ്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് യൂട്ടിലിറ്റി ഏരിയ അറേഞ്ച് ചെയ്യുന്നത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ ആഗ്രഹമായിരുന്നു ഒരു പാൻട്രി ഏരിയ വേണം വീട്ടിലെന്ന്. അപ്പം നമ്മൾ ദുബൈയിലൊക്കെ ആയിരുന്നപ്പോഴും പിന്നെ ഇവിടെ വന്നപ്പോഴും ഒന്നും അങ്ങനെ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് ഈ ഫ്ലാറ്റ് കാണാൻ വന്നപ്പോൾ തന്നെ ഈ ഫ്ലാറ്റിൻ്റെ കിച്ചണോട് ചേർന്ന ഒരു മെയ്ഡ് റൂമും ഒരു മെയ്ഡ് ബാത്റൂമും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ലഡു പൊട്ടി എന്ന് പറയുന്നത് പോലെയാണ്. ഒരു യൂട്ടിലിറ്റി ഏരിയ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ യൂട്ടിലിറ്റി ഏരിയ ആക്കി മാറ്റിയ മെയ്ഡ് റൂം. പണി നടക്കുന്ന സമയത്ത് ഞാനെടുത്ത വീഡിയോ ആണിത്. ഇവിടുത്തെ ബാത്റൂം നമ്മൾ പൊളിച്ച് കളഞ്ഞിട്ടാണ് അവിടെ ഒരു സിങ്ക് ഏരിയ പ്രൊവൈഡ് ചെയ്തത്. ഇതിൻ്റെ 3D വരയ്ക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞ കുറച്ച് റിക്വയർമെൻറ്റ്സിൽ ഒന്നാണ് ഈ 2 ഓപ്പൺ ഷെൽഫ്. ഞാൻ ഈ ഉപയോഗിക്കുന്ന ഗ്ലൗസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ശരിക്കും ബാത്ത് ഗ്ലൗസാണ്. ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് പൊടി തുടയ്ക്കാനായിട്ട് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഇതുപോലെയുള്ള ബാസ്ക്കറ്റ്സിനകത്തൊക്കെ നമുക്ക് ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ നല്ല കിച്ചൺ നല്ല ഭംഗിയായിട്ടും നല്ല ടൈഡി ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യും. ഈ കോഴിയമ്മയെ നിങ്ങൾക്ക് നല്ല പരിചയം കാണും. മുമ്പ് ദുബൈയിൽ നിന്നുള്ള കിച്ചൺ ടൂറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതേ കോഴിയമ്മ തന്നെയാണ്. ഇതേപോലെയുള്ള ബോക്സസിനകത്തൊക്കെ നമുക്ക് ഐറ്റംസ് ഇട്ട് വെച്ച് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നല്ല നീറ്റായിരിക്കുകയും ചെയ്യും. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലൊക്കെ നമുക്ക് ഐറ്റംസ് ഇട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഈസി ആക്സസിബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ പുളി മമ്മി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതുപോലെ ഈ മുളക് പൊടിയും മമ്മി എനിക്ക് കൊണ്ടു തന്നതാണ്.
ചെറിയ പാക്കറ്റുകളൊക്കെ ഇതുപോലെ ബാസ്ക്കറ്റ്സിനകത്ത് വെച്ച് നല്ല ഈസി ആക്സസിബിൾ ആണ്. അതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് പല പല ഐറ്റംസ് വെക്കുക, അതൊരു ബോക്സിനകത്താക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആക്സസിബിളുമാണ്. പെട്ടെന്ന് ബോക്സായിട്ട് എടുത്ത് യൂസ് ചെയ്യാനും സാധിക്കും. ഇതുപോലെ ചെറിയൊരു ഏരിയയിലാണ് ഞങ്ങൾ പാൻട്രി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഡ്രോയേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ആക്സസിബിൾ ആണ്. ഇതുപോലെ എക്സ്ട്രാ വരുന്ന ഐറ്റംസൊക്കെ നമുക്ക് ബാസ്ക്കറ്റ്സിനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒതുങ്ങി ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ താഴോട്ടുള്ള ഡ്രോയേഴ്സിലൊക്കെ ഫുഡ് പ്രോസസ്സർ, അതുപോലെ മിക്സിയുടെ ജാറ്, സ്റ്റീൽ യൂട്ടൻസിൽസ് ഒക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സിങ്ക് കോട്സിൻ്റെ സിങ്കാണ്. ഫോസറ്റ് നമ്മൾ UAE നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ഏരിയയുടെ സൈഡിലായിട്ട് ഒരു ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്കർ കൊടുത്തിട്ടുണ്ട്. വോളിൽ മൊറോക്കൻ ഡിസൈനിലുള്ള ടൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ഏരിയയിൽ തന്നെ നമ്മളൊരു ഫോൾഡബിൾ അയണിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്രോളി കൊടുത്തിട്ടുണ്ട്. ആ ട്രോളിയിലാണ് നമ്മുടെ ഡിഷ് വാഷിംഗ് ടാബ്ലറ്റും അതുപോലെ തന്നെ ലിക്വിഡും അങ്ങനെയുള്ളതൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലോർ ടൈല് കിച്ചണിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.